ഹായ്, വെൽക്കം ബാക്ക് ടു എജുബി. നമ്മൾ ഇന്ത്യൻ പോളിറ്റിയിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമ്മളെല്ലാം ഉറപ്പായിട്ട് മറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു ഭാഗമാണ്. അതാണ് എന്തെന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശം എന്ന് പറയുന്നത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല, നിങ്ങൾ ലൈഫിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഏതാ ഫണ്ടമെന്റൽ റൈറ്റ്സ്. കാരണം നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. ഇതിനകത്ത് എന്തിനെ പറ്റിയാണ് പറയുന്നത്? നമ്മുടെ അവകാശങ്ങളെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെയാണുള്ളതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 ആർട്ടിക്കിൾ 12 to 35 ആണ് എന്തിനെ പറ്റി പറയുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി പറയുന്നത്. എവിടെയാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 ആർട്ടിക്കിൾ 12 to 35 ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി പറയുന്നത്. ഇനി എവിടെ നിന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വന്നത്? എവിടെ നിന്നാണ് വന്നത് വെച്ചാൽ അതിന്റെ ആൻസർ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് വന്നത്. ഓക്കെ, US കോൺസ്റ്റിറ്റ്യൂഷന്റെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് നമ്മൾ എന്തെടുത്തിരിക്കുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുത്തിരിക്കുന്നത്. എന്താണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് ചോദിച്ചാൽ US കോൺസ്റ്റിറ്റ്യൂഷന്റെ ആദ്യത്തെ 10 അമെന്റ്മെന്റുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ബിൽ ഓഫ് റൈറ്റ്സ്. സോ അവിടെ നിന്നാണ് നമ്മൾ എന്തെടുത്തിരിക്കുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഐഡിയ എടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പാർട്ട് 3 ഡിഫൈൻ ചെയ്യുന്നത് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്ത് പേരിലാണ് വിളിക്കുന്നത്? മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കേട്ടുള്ള ടേമാണ് മാഗ്ന കാർട്ട. 1215 കിങ് ജോൺ സൈൻ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഏതാ? മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. ഈ ഒരു ഡോക്യുമെന്റ് ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ലോകത്താദ്യമായിട്ട് ജനങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഒപ്പിടുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഇതെന്ന് പറയുന്നത് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമ്മുടെ അവകാശങ്ങളെ പറ്റി പറയുന്ന ഭാഗമാണ് ഇതെന്ന് പറയുന്നത് പാർട്ട് 3 എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? പാർട്ട് 3 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മാഗ്ന കാർട്ടയാണെന്ന് നമുക്ക് പറയാം. ശരി, ഇനി ആരാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഫാദർ എന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെയാണ്. ഓക്കെ, അപ്പോൾ ഫാദർ അല്ലെങ്കിൽ ആർക്കിടെക്ട് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ് എന്തെന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഫാദർ അല്ലെങ്കിൽ ആർക്കിടെക്ട് എന്ന് പറയുന്ന. ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒരു പ്രത്യേകത, അത് അബ്സല്യൂട്ട് അല്ല, എന്ത് മാത്രമാണ്? ക്വാളിഫൈഡ് മാത്രമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്കറിയാം, എമർജൻസി എന്ന് പറയുന്ന അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞാൽ ഉറപ്പായും ഫണ്ടമെന്റൽ റൈറ്റ്സിന് മേൽ എന്ത് വരും? റെസ്ട്രിക്ഷൻ വരും. അപ്പൊ ഇത് അബ്സല്യൂട്ട് അല്ല, എല്ലാ ടൈമും കിട്ടുമെന്ന് വെച്ചാൽ കിട്ടൂല. അതിന് എന്ത് ചെയ്യാൻ പറ്റും? റീസണബിൾ ഗ്രൗണ്ട്സിൽ നമുക്ക് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യയിൽ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും. സോ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തല്ല? അബ്സല്യൂട്ട് അല്ല, എന്ത് മാത്രമാണ്? ക്വാളിഫൈഡ് മാത്രമാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒറിജിനൽ ഡോക്യുമെന്റ്, അതായത് 1950 ജാനുവരി 26 കൊണ്ടുവന്ന ആ ഒരു ഡോക്യുമെന്റ് എടുത്ത് നോക്കിയാൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്ത്യയിൽ എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു? 7 എണ്ണം ഉണ്ടായിരുന്നു. എത്ര എണ്ണം ഉണ്ടായിരുന്നു? 7 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ 7 എണ്ണമില്ല, പകരം എത്ര മാത്രമേ ഉള്ളൂ? 6 എണ്ണം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഒരെണ്ണം എന്ത് ചെയ്തു? അവിടുന്ന് പോയി. അങ്ങനെയല്ലേ 7 6 ആവത്തുള്ളൂ. 7 6 ആവുക മീൻസ് ഒരെണ്ണം പോകും. അപ്പൊ പോയത് ആരാണ്? ആ പോയ ആളാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ആർട്ടിക്കിൾ 31 ഉണ്ടായിരുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഏതാണ്? ആർട്ടിക്കിൾ 31 ഉണ്ടായിരുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ലിസ്റ്റിൽ നിന്ന്. ഓക്കെ, അപ്പൊ റൈറ്റ് ടു പ്രോപ്പർട്ടി ഇപ്പൊ എന്തല്ല? ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അമെൻഡ്മെന്റ് ചെയ്യണം, അല്ലെ? അമെൻഡ്മെന്റ് ചെയ്താലല്ലേ കോൺസ്റ്റിറ്റ്യൂഷനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്ത് ചെയ്തു? ആർട്ടിക്കിൾ 31 നമ്മൾ റിമൂവ് ചെയ്തു, അല്ലെങ്കിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. ഏതിലൂടെ? 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് 1978. 1978 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നമ്മൾ ആർട്ടിക്കിൾ 31 ഉണ്ടായിരുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിനെ എന്ത് ചെയ്തത്? നമ്മൾ റിമൂവ് ചെയ്ത. എന്നിട്ട് ഇവനെ നേരെ കൊണ്ടുവന്ന് ആർട്ടിക്കിൾ 300A ഇട്ടു. ഓക്കെ, അപ്പൊ റൈറ്റ് ടു പ്രോപ്പർട്ടി ഇപ്പൊ എവിടെയാ ഉള്ളത്? ആർട്ടിക്കിൾ 300A എന്തുള്ളത്? റൈറ്റ് ടു പ്രോപ്പർട്ടി ഉള്ളത്. ആർട്ടിക്കിൾ 300A എന്ന് പറയുന്നത് എന്താണ്? അതൊരു ലീഗൽ റൈറ്റ് ആണ്. എന്താണ്? ലീഗൽ റൈറ്റ് ആണ്. ഇപ്പൊ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ടു പ്രോപ്പർട്ടി ഇപ്പൊ എന്താണ്? എന്തല്ല? ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലല്ലോ, അത് പോയല്ലോ. പകരം അതിപ്പോ എന്ത് മാത്രമാണ്? ഒരു ലീഗൽ റൈറ്റ് മാത്രമാണ് എന്തെന്ന് പറയുന്നത്? റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റൈറ്റ് ടു പ്രോപ്പർട്ടി റിമൂവ് ചെയ്ത അമെൻഡ്മെന്റ് ഏതാണ്? 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് 1978. ഇപ്പൊ അതെന്താണ്? ഇപ്പൊ അതൊരു എന്ത് മാത്രമാണ്? ലീഗൽ റൈറ്റ് മാത്രമാണ്. എവിടെയുള്ളത്? ആർട്ടിക്കിൾ 300A എന്തുള്ളത്? നിലവിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി വരുന്നത്. ഓക്കെ, സോ 7 എണ്ണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അതിൽ ഒരെണ്ണം പോവുകയും ചെയ്തു. പിന്നെ മിച്ചം എത്രയാണുള്ളത്? 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നിലവിൽ എവിടെയുള്ളത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ളത്. ഓക്കെ അല്ലേ? അപ്പം നിലവിൽ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ആ 6 എണ്ണം ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തതാണ് റൈറ്റ് ടു ഇക്വാലിറ്റി.
ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെ സമത്വത്തിനെ പറ്റി, ഇക്വാലിറ്റിയെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ഏതെന്ന് പറയാൻ, ആ റൈറ്റ് ആണ് ഏതെന്ന് പറയുന്ന ഫസ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന. ഓക്കെ, അപ്പൊ 6 ഫണ്ടമെന്റൽ റൈറ്റിൽ ഒന്നാമത്തെ ഏതാണ്? റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. ആർട്ടിക്കിൾ 14 to 18 വരെയാണ് എന്തിനെ പറ്റി പറയുന്നത്? റൈറ്റ് ടു ഇക്വാലിറ്റിയെ പറ്റി പറയുന്നത്. രണ്ടാമത്തത് റൈറ്റ് ടു ഫ്രീഡം ആണ്, സ്വാതന്ത്ര്യത്തിനെ പറ്റിയാണ് ഇവിടെ രണ്ടാമത് പറയുന്നത്. ഓക്കെ, അപ്പൊ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 to 22 ആണ്. ഇതാണ് ആർട്ടിക്കിൾ 19 to 22 ആണ് എന്തെന്ന് പറയുന്നത്? റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഇതാണ് ഏതെന്ന് പറയുന്നത്? മൂന്നാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിൽ നിന്ന് എന്ത് ചെയ്യുക, സംരക്ഷിക്കുക. അതാണ് ഇതിനകത്ത് വരുന്നത്. അടുത്ത ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 23 24 രണ്ട് ആർട്ടിക്കിൾസ് ആണ് ഇതിനകത്തുള്ളത്, ഈ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്തത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, നിങ്ങളുടെ മതസ്വാതന്ത്ര്യം, ഇന്ത്യയിലെ ആൾക്കാരുടെ മതസ്വാതന്ത്ര്യമാണ് എന്തെന്ന് പറയുന്നത് അടുത്ത ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 25 to 28 ആണ് എന്ത്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ്. ഇത് നമ്മുടെ രാജ്യത്തെ മൈനോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഇതെന്ന് പറയുന്നത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 29 ഉം 30 രണ്ട് ആർട്ടിക്കിൾസ് ആണ് എന്ത് ചെയ്യുന്നത്? കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 29 ഉം 30 ആണ്. ദെൻ അടുത്തത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് സിംഗിൾ റൈറ്റ് ആണ് ഇതെന്ന് പറയുന്നത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഊഹിക്കാം 30 നിന്ന് 32 വരുമ്പോൾ ഒരാൾ മിസ്സിംഗ് ആണ്, 31. ആ 31 ആണ് ഏത്? നമ്മൾ റിമൂവ് ചെയ്ത റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയണം. ഓക്കെ അല്ലേ? അപ്പൊ ഏതൊക്കെയാണ് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്? ഒന്നാമത്തത് റൈറ്റ് ടു ഇക്വാലിറ്റി, രണ്ടാമത്തെ റൈറ്റ് ടു ഫ്രീഡം, മൂന്നാമത്തെ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, നാലാമത്തത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, അഞ്ചാമത്തത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, ആൻഡ് ആറാമത്തെ ഏതാണ്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പറഞ്ഞപ്പം നമ്മൾ പറഞ്ഞത് ആർട്ടിക്കിൾ 12 to 35 എന്നാണ് അല്ലേ? പക്ഷെ നമ്മൾ റൈറ്റ് ടു ഇക്വാലിറ്റി പറഞ്ഞ എങ്ങനെയാ? ആർട്ടിക്കിൾ 14 to 18 ആണ്. സോ രണ്ട് ആർട്ടിക്കിൾസ് നമ്മൾ പറഞ്ഞില്ല, 12 ഉം 13 നമ്മൾ ആ റൈറ്റിൽ കണ്ടില്ല അല്ലേ? ഇതൊക്കെ നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മൾ റൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ്, ആർട്ടിക്കിൾ 14 നിന്നാണ്. പക്ഷെ നമ്മൾ ഇവിടെ ആർട്ടിക്കിൾ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? 12 to 35 ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ 12 ഉം 13 എന്ന് പറഞ്ഞ രണ്ട് ആർട്ടിക്കിൾ ഉണ്ട്. ആ രണ്ട് ആർട്ടിക്കിളും നമ്മുടെ അവകാശങ്ങളെ പറ്റി പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ അത് എന്തിന്റെ ഭാഗമാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമാണ്. എന്താണ് ആർട്ടിക്കിൾ 12 എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ ആണ് എന്തെന്ന് പറയുന്നത്? സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 12 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 12 എന്താണ്? ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 12 എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ ആണ് ഇതിനകത്ത് പറയുന്നത്? ആർട്ടിക്കിൾ 12 പറയുന്നത്. ഓക്കെ, ശരി. അപ്പൊ എന്താണ് സ്റ്റേറ്റ് എന്ന് നോക്കാം. സ്റ്റേറ്റ് എന്ന് സിമ്പിളി ഇത്രയേ ഉള്ളൂ. ഒന്ന് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഓക്കെ, നമ്മുടെ ഗവൺമെന്റ്, പിന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, പിന്നെ എല്ലാ ലോക്കൽ അതോറിറ്റീസ്, മുനിസിപ്പാലിറ്റീസ്, ദെൻ പഞ്ചായത്തുകൾ, ഡിസ്ട്രിക്ട് ബോർഡുകൾ, പിന്നെ ട്രസ്റ്റുകൾ, ഇംപ്രൂവ്മെന്റ് ട്രസ്റ്റുകൾ, അതായത് നമ്മുടെ സ്റ്റേറ്റ് പാർലമെന്റ്, അതായത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ദെൻ അതുപോലെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, പിന്നെ ഈ ഗവൺമെന്റുകളുടെ ഫണ്ടുകൾ ഉപയോഗിച്ച് ഇന്ത്യക്ക് അകത്തും പുറത്തും വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതിനെല്ലാം നമുക്ക് എന്തെന്ന് പറയാം? സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പം ഈ ഗവൺമെന്റ് കൺട്രോൾ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറിയും നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡികളും എല്ലാം എന്താണ്? ഇപ്പൊ LIC എന്ന് പറയുന്നത്, ONGC എന്ന് പറയുന്നത്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം എന്താണ്? ഇതെല്ലാം സ്റ്റേറ്റ് ആണ്. ഓക്കെ, നിങ്ങൾ ആ സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഒരു SSC അല്ലെങ്കിൽ റെയിൽവേ എക്സാമിന് നിങ്ങൾ അറിയണ്ട. പക്ഷെ നിങ്ങൾ ആർട്ടിക്കിൾ 12 എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ആർട്ടിക്കിൾ 12 എന്താണ്? ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് ഏതൊക്കെ വരും എന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെന്റ് വരും, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ വരും, പഞ്ചായത്ത് വരും, മുനിസിപ്പാലിറ്റി വരും, കോർപ്പറേഷൻ വരും, പിന്നെ അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡികളൊക്കെ എന്താണ്? സ്റ്റേറ്റ് ആണ്. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 13. ആർട്ടിക്കിൾ 13 എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ഡെഫിനിഷൻ ഓഫ് ലോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം എന്താണ് ആർട്ടിക്കിൾ 13 എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് പാസ്സാക്കുന്ന ഒരു ലോയും ഒരു നിയമവും എന്ത് ചെയ്യാൻ പാടില്ല? ഫണ്ടമെന്റൽ റൈറ്റ്സിന് എതിരാവാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഈ രാജ്യത്ത് കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു നിയമം എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിന് എതിരാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ലോ ഇൻവാലിഡ് ആയിട്ട് മാറും. ഓക്കെ, ഷാൾ ബി വോയിഡ് മീൻസ് എന്താണ്? ആ ലോ എന്ന് പറയുന്നത് ഇൻവാലിഡ് ആയിട്ട് മാറും. അതാണ് ഇതിനകത്ത് പറയുന്നത് ആർട്ടിക്കിൾ 13 പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്?
നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുന്ന ഒരു നിയമങ്ങളും എന്തിനെതിരാവാൻ പാടില്ല? ഫണ്ടമെന്റൽ റൈറ്റ്സിന് എതിരാവാൻ പാടില്ല. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം ഇത് പരിശോധിക്കുന്നത് സുപ്രീം കോർട്ടാണ്. നമ്മളെ കേശവാനന്ദ ഭാരതി കേസ് ഉണ്ടല്ലോ, നമ്മൾ പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട് പറഞ്ഞേ, അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? സുപ്രീം കോർട്ട് പറയുന്നുണ്ട് സുപ്രീം കോർട്ടിന് പുനഃപരിശോധന ഈ പറയുന്ന അമെൻമെന്റുകളൊക്കെ പരിശോധിക്കാൻ പറ്റുമെന്ന്. ബേസിക് സ്ട്രക്ചർ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കേശവാനന്ദ ഭാരതി കേസിൽ പറയുന്നുണ്ട്. സോ സുപ്രീം കോടതി ഇത് പരിശോധിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോക്ട്രിൻ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. ഓക്കെ, അപ്പൊ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുന്ന ഏതെങ്കിലും നിയമം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് എതിരാണോ എന്ന് സുപ്രീം കോടതി പരിശോധിക്കും. അതാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അത് മാത്രമല്ല ജുഡീഷ്യൽ റിവ്യൂ, പക്ഷെ ആർട്ടിക്കിൾ 13 അതാണ് എന്തെന്ന് പറയുന്നത്? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. സോ സിംപിളി ആർട്ടിക്കിൾ 13 എന്ത് ചെയ്യണം? സുപ്രീം കോർട്ടിന്റെ ജുഡീഷ്യൽ റിവ്യൂ എംപവർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ചില ടെക്സ്റ്റ് ബുക്കൊക്കെ നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ ആണെന്ന് പറയും. അത് തെറ്റാണ്. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ അല്ല. ആർട്ടിക്കിൾ 13 എന്ത് ചെയ്യണം? ജുഡീഷ്യൽ റിവ്യൂവിനെ എംപവർ ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ ടേം ഒന്നും അവിടെ പറഞ്ഞിട്ട് പോലുമില്ല. ഓക്കെ, അങ്ങനെ ടേം ഒന്നും നിങ്ങൾക്ക് അവിടെ കാണാനും പറ്റത്തില്ല. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ആർട്ടിക്കിൾ 12 എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ ആയിരുന്നു. ആർട്ടിക്കിൾ 13 ലോ ഒക്കെ ഇന്ത്യയിൽ പാസ്സാക്കുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന് എതിരാണെങ്കിൽ അതെന്തായിരിക്കും? വോയിഡ് ആയിരിക്കും എന്നാണ് ആർട്ടിക്കിൾ 12ഉം ആർട്ടിക്കിൾ 13ഉം പറയുന്നത്. ഓക്കെ അല്ലേ? സോ 12ഉം 13ഉം അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ റൈറ്റ്സിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ റൈറ്റ് ഏതായിരുന്നോ? റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. ആർട്ടിക്കിൾ 14 to 18 വരെയുള്ള റൈറ്റ് ടു ഇക്വാലിറ്റി ആണ് എന്ന് പറയുന്നത് ആദ്യത്തെ റൈറ്റ് എന്ന് പറയുന്നത്. അതായത് എന്തിനുള്ള റൈറ്റ്? തുല്യതയ്ക്കുള്ള റൈറ്റ് അല്ലെ? ഇക്വാലിറ്റി എന്ന് പറയുന്നത് തുല്യതയല്ലേ, സമത്വമല്ലേ? അപ്പൊ അതിനു വേണ്ടിയുള്ള റൈറ്റ്, അവകാശമാണ് പറയുന്നത്. അപ്പൊ അതിന് നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിൾ നോക്കാം. ഏതാണ്? ആർട്ടിക്കിൾ 14. ഈ ആർട്ടിക്കിൾ 14 രണ്ട് കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. എത്ര കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ടോ? രണ്ട് കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ഇക്വാലിറ്റി ബിഫോർ ലോ. എന്ന് വെച്ചാൽ എന്താ? എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് അല്ലെ? ലോയുടെ ഫ്രണ്ടിൽ എല്ലാവരും ഒരുപോലെയാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത്. ഇത് നമ്മൾ UK നിന്ന് എന്ത് ചെയ്തതാണ്? ബോറോ ചെയ്ത ഒരു ഐഡിയയാണ് ഏതെന്ന് പറയുന്നത്? ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത്. എവിടുന്നാണ്? UK നിന്ന് നമ്മൾ ബോറോ ചെയ്ത ഒരു ഐഡിയയാണ് എന്തെന്ന് പറയുന്നത്? ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 14 രണ്ടാമത് പറയുന്നതാണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, നിയമത്തിന്റെ തുല്യ പരിരക്ഷ അല്ലെങ്കിൽ സംരക്ഷണം. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുമ്പോൾ സിംപിളി അത് ഡിഫൈൻ ചെയ്യുന്നത് ലൈക്ക് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ലൈക്ക് ആൻഡ് അൺലൈക്ക് ഷുഡ് ബി ട്രീറ്റഡ് ആസ് അൺലൈക്ക് എന്ന് വെച്ചാൽ എന്താ? ലൈക്ക് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ലൈക്ക് എന്ന് വെച്ചാൽ ഒരുപോലെയുള്ളവരെ ഒരുപോലെ കണ്ടാൽ മതി. അതായത് നമുക്കറിയാം, ഒരു ആക്ട് ഇന്ത്യയിൽ കൊണ്ടുവരുമ്പം ആ ആക്ടിന്റെ പരിധിയിൽ ആരാണോ വരുന്നത് അവരെ മാത്രം എന്ത് ചെയ്താൽ മതി? ഒരുപോലെ കണ്ടാൽ മതി. ഇപ്പൊ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ടിൽ കുട്ടികളെ മാത്രം എന്ത് ചെയ്താൽ മതി? ഒരുപോലെ കണ്ടാൽ മതി. ഒരു അഡൾട്ടിനെയും ഒരു ചൈൽഡിനെയും എന്ത് ചെയ്യേണ്ട കാര്യമില്ല. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് ഒരുപോലെ കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്? ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത്. അപ്പം ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയും ഒരു ബോറോഡ് ഫീച്ചറാണ്. ഇത് എവിടെ നിന്നാണ് വന്നത്? US നിന്നാണ് വന്നത്. എവിടെ നിന്നാണ് വന്നത്? US നിന്നാണ് വരുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 14 രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. എന്താണ്? ഇക്വാലിറ്റി ബിഫോർ ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയും. എവിടെ നിന്നാണ് ഇക്വാലിറ്റി ബിഫോർ ലോ വരുന്നത്? അത് UK നിന്നാണ് വരുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? UK നിന്നാണ് വരുന്നത്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എവിടെ നിന്നാണ് വരുന്നത്? അത് US നിന്നാണ് വരുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? US നിന്നാണ് എന്ത് വരുന്നത്? ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ വരുന്നത്. ഓക്കെ, ഇനി റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ നിയമവാഴ്ച എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇക്വാലിറ്റി ബിഫോർ ലോയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആർട്ടിക്കിൾ 14 എന്ത് പറയുന്നുണ്ട്? ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയുന്നുണ്ട്. ഇത് എന്തിന്റെ ഭാഗമാണ്? റൂൾ ഓഫ് ലോയുടെ, നിയമവാഴ്ചയുടെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഈ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? അപ്പം ആർട്ടിക്കിൾ 14 അത്രയേ ഉള്ളൂ. ഇക്വാലിറ്റി ബിഫോർ ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയുമാണ് അതിനകത്ത് പറയുന്നത്. ആൻഡ് റൂൾ ഓഫ് ലോയുടെ എലമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 15, അടുത്ത ആർട്ടിക്കിൾ റൈറ്റ് ടു ഇക്വാലിറ്റിയിലെ രണ്ടാമത്തെ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 15 ഇന്ത്യയിൽ ഡിസ്ക്രിമിനേഷൻ തടയാണ് ചെയ്യുന്നത്. എന്തിന്റെ ബേസിൽ എന്ന് ചോദിച്ചാൽ റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്. ഓക്കെ, അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്. ഇതിന്റെ പേരിലുള്ള ഡിസ്ക്രിമിനേഷനുകൾ തടയുന്നതാണ് ഏതെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത്. അതായത് വിവേചനം പാടില്ല. എന്തിന്റെയൊക്കെ പേര്? ജാതി, മതം, ലിംഗം അല്ലെങ്കിൽ ജനിച്ച സ്ഥലം, ഇതിന്റെ പേരുകളിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല. നമ്മൾ ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 15 എന്ന് പറയുന്ന. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ഇതുപോലെ റീസെന്റ് ഒരു എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്, SSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. അതായത് ഒരു വ്യക്തി
ഒരു പബ്ലിക് പ്ലേസിൽ വരുമ്പോഴത്തേക്കും അയാൾ അവിടെ നിന്ന് ഇറക്കി വിടുന്നു. ഓക്കെ, ഇത് എന്തിൻ്റെ വയലേഷനാണ്? ഇത് ആർട്ടിക്കിൾ 15 വയലേഷനാണ്. ഓക്കെ, നമ്മളൊരാളെ ഒരു പബ്ലിക് പ്ലേസിൽ നിന്ന് ഇറക്കി വിടുന്നതോ അല്ലെങ്കിൽ അയാളെ പബ്ലിക് വെല്ലൊക്കെ അസസ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുന്നതോ ഒക്കെ എന്താണ്? ഇതെല്ലാം ആർട്ടിക്കിൾ 15. കാരണം ഇതെല്ലാം ഡിസ്ക്രിമിനേഷൻ ആണ്. അപ്പോൾ ഇതെന്ത് ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്, ആർട്ടിക്കിൾ 15 പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ ഇതിനകത്ത് ചില എക്സെപ്ഷനുകൾ വരുന്നുണ്ട്. അതായത് നമുക്ക് ഡിസ്ക്രിമിനേഷൻ ആണ് എന്ന് തോന്നും, പക്ഷെ അത് ഡിസ്ക്രിമിനേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റാത്ത ചില കണ്ടീഷൻ ഉണ്ട്. അതിലൊന്നാണ് നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ഉണ്ടാക്കുന്ന നിയമങ്ങളൊന്നും എന്തല്ല ഒരു ഡിസ്ക്രിമിനേഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ഉണ്ടാക്കുന്ന നിയമങ്ങളെ എനിക്ക് ഒരിക്കലും ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ സെക്സ് അല്ലേ, സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു നിയമം കൊടുക്കുമ്പോൾ എന്ന് പറയാൻ പറ്റൂല. അതൊരു എക്സെപ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 15. ഓക്കെ അല്ലേ? അപ്പം ആർട്ടിക്കിൾ 15 ഒരു എക്സെപ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ സെക്സിൽ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാൻ പറ്റൂല, സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള പ്രത്യേക നിയമങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ പറയുന്നത് പോലെ എന്താക്കി പറയാൻ പറ്റൂല, ആർട്ടിക്കിൾ 15 വയലേഷൻ ആണെന്ന് പറയാൻ പറ്റൂല. അല്ലെങ്കിൽ ആർട്ടിക്കിൾ 15 വയലേഷൻ ആണ് ഇന്ത്യയിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പാസ്സാക്കുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ഒരു എക്സെപ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ബാക്ക്വേർഡ് ക്ലാസിന്റെയോ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെയോ ഷെഡ്യൂൾഡ് ട്രൈബിന്റെയോ സോഷ്യലി എക്കണോമിക്കലി ഒക്കെ ബാക്ക്വേർഡ് ഇരിക്കുന്ന ആൾക്കാരായിട്ടുള്ള ഇവരുടെയൊക്കെ അഡ്വാൻസ്മെന്റിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പം അതിന് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റൂല, ഡിസ്ക്രിമിനേഷൻ ആണ് എന്ന് പറയാൻ പറ്റൂല. ഓക്കെ, അപ്പം ആർക്കൊക്കെ വേണ്ടിയാണ്? ഈ സോഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന് വേണ്ടിയോ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടിയോ ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയോ ഒക്കെ ചെയ്യുന്ന ആക്ടിവിറ്റീസുകളോ അല്ലെങ്കിൽ അതിനുവേണ്ടി അവരുടെ അഡ്വാൻസ്മെന്റിന് വേണ്ടി കൊണ്ടുവരുന്ന എന്തെങ്കിലും കാര്യങ്ങളോ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റൂല, ആർട്ടിക്കിൾ 15 വയലേഷൻ ആണ് എന്ന് പറയാൻ പറ്റില്ല. ദെൻ അടുത്തതാ നമ്മൾ ഈ സോഷ്യൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ ബാക്ക്വേർഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇവരുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളും നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റൂല, ഒരിക്കലും ഒരു വയലേഷൻ ആണ് എന്ന് പറയാൻ പറ്റില്ല. അതായത് ഇവർക്ക് ഈ സ്കൂളുകളിലൊക്കെ അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ അഡ്മിഷൻ കൊടുക്കുന്നതിന് വേണ്ടി അവർക്ക് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ കാര്യങ്ങൾ അവരുടെ അഡ്വാൻസ്മെന്റിന് വേണ്ടി കൊണ്ടുവരുന്ന ലോ ഒന്നും നമുക്ക് ഒരിക്കലും എന്താണെന്ന് പറയാൻ പറ്റൂല, ആർട്ടിക്കിൾ 15 വയലേഷൻ ആണ് എന്ന് പറയാൻ പറ്റില്ല. ദെൻ അതുപോലെ തന്നെയാണ് ഇപ്പം നിങ്ങൾക്കറിയാം EWS എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു റിസർവേഷൻ സിസ്റ്റമാണ്. എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള സെക്ഷൻസിനും എന്ത് കൊടുക്കുക, ഒരു റിസർവേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ EWSനെയും നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റത്തില്ല, ആർട്ടിക്കിൾ 15 വയലേഷൻ ആയിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ 4 കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ആർട്ടിക്കിൾ 15 വയലേഷൻ ആയിട്ട് പറയാൻ പറ്റില്ല. ഏതൊക്കെയാണ്? ഒന്നാമത്തെന്ന് പറയുന്നത് ഏതായിരുന്നു? സ്ത്രീകളുടെയും കുട്ടികളുടെയും അവരുടെ അഡ്വാൻസ്മെന്റിന് വേണ്ടി കൊണ്ടുവരുന്ന ഒന്നും എന്തല്ല, വയലേഷൻ അല്ല. സോഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് അവരുടെ അഡ്വാൻസ്മെന്റിന് വേണ്ടി കൊണ്ടുവരുന്ന എന്തല്ല, നമുക്ക് ഒരിക്കലും എന്താണെന്ന് പറയാൻ പറ്റൂല, ഒരു എക്സെപ്ഷൻ ആണ്. ഒരിക്കലും അതൊരു ആർട്ടിക്കിൾ 15 വയലേഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിലെ ആൾക്കാരുടെ അതുപോലെ തന്നെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിന്റെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ഓക്കെ അവർക്ക് വേണ്ടി കൊണ്ടുവരുന്ന അഡ്വാൻസ്മെന്റിന് വേണ്ടി കൊണ്ടുവരുന്ന ഒരു കാര്യങ്ങളെയും നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റൂല, ആർട്ടിക്കിൾ 15 വയലേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ EWSന്റെ അഡ്വാൻസ്മെന്റിന് വേണ്ടി കൊണ്ടുവരുന്നതിനെയും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റില്ല, ഒരിക്കലും ആർട്ടിക്കിൾ 15 വയലേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 15 എന്തുമായി ബന്ധപ്പെട്ടതാണ്, ഡിസ്ക്രിമിനേഷനുമായി ബന്ധപ്പെട്ടതാണ്. എന്തെന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നതാ. ഓക്കെ, ദെൻ അടുത്ത ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 16 അല്ലെ. നമ്മൾ 14 പറഞ്ഞു 15 പറഞ്ഞു. ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത് എന്താണ്, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ഓർ അപ്പോയിന്റ്മെന്റ്. ഓക്കെ, അതായത് പബ്ലിക് എംപ്ലോയ്മെന്റിൽ എല്ലാവർക്കും എന്ത് കൊടുക്കുക, തുല്യ അവസരം കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ EGBയുടെ ക്ലാസ് ഒക്കെ കണ്ട എന്തിനാണ്, ഏതെങ്കിലും ഒരു എക്സാം SSCയുടെ എക്സാമോ റെയിൽവേയുടെ എക്സാംസോ ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ EGBയുടെ ക്ലാസ് കാണുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ഇത് ക്ലാസ് ഒക്കെ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് അവിടെ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യാൻ പാടില്ല, ഡിനേ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഈ എല്ലാവർക്കും ഇന്ത്യയിൽ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും അവർ ക്വാളിഫൈഡ് ആണെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കണം, ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഇതെന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 16 എന്ന് പറയുന്ന. ഓക്കെ, അപ്പം പബ്ലിക് എംപ്ലോയ്മെന്റിൽ എന്ത് കൊടുക്കുക, തുല്യ അവസരം കൊടുക്കുക, അതാണ് എന്തെന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 16 എന്ന് പറയുന്ന. ഓക്കെ അല്ലേ. ദെൻ ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 ഇന്ത്യയിൽ അൺടച്ചബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, അബോളിഷ് ചെയ്യുന്നുണ്ട്. അൺടച്ചബിലിറ്റി നിങ്ങൾക്ക് അറിയാം, തൊട്ടുകൂടായ്മയാണ്. ഓക്കെ, അപ്പൊ അൺടച്ചബിലിറ്റി എന്ന് പറയുന്നതിനെ ഇന്ത്യയിൽ അബോളിഷ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫോർബിഡ്സ് ഇൻ എനി
ഫോം എന്നാ പറയുന്നത്. അതായത് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു രീതിയിലും എന്ത് ചെയ്യാൻ പാടില്ല, ഇന്ത്യയിൽ അൺടച്ചബിലിറ്റി എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതിനെല്ലാം അബോളിഷ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. ഈ ഒരു ആർട്ടിക്കിൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വായിക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധിക്ക് ചെയ്യുന്ന എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ മഹാത്മാഗാന്ധിയുടെ ഒരു പേര് പറയുന്ന അല്ലെങ്കിൽ പേര് പരാമർശിച്ചു പോയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. ഓക്കെ, ഗാന്ധിയുടെ പേര് പരാമർശിച്ചിട്ട് പാസ്സാക്കിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ രാജ്യത്ത് അൺടച്ചബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആക്ട് ആണ് ഏതെന്ന് പറയുന്നത്, അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് 1955 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് 1955 എന്ന് പറയുന്ന എന്തുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ രാജ്യത്തെ അൺടച്ചബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ആക്ട് ആണ് ഇതെന്ന് പറയുന്നത്, അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് 1955 എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ നമുക്ക് തോന്നി ഈ അൺടച്ചബിലിറ്റി എന്നൊരു ടേമൊക്കെ അത് തന്നെ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം അല്ലേ. സോ അതുകൊണ്ട് തന്നെ പിന്നീട് എന്ത് ചെയ്തു, ഈ ആക്ടിനെ അമെൻഡ് ചെയ്തു 1976. എന്നിട്ട് ഈ ആക്ടിന്റെ പേര് അങ്ങ് ചേഞ്ച് ചെയ്തു, എന്താക്കി മാറ്റി, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്നാക്കി മാറ്റി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, ഈ ആക്ടിനെ 1955 ആക്ടിനെ എന്ത് ചെയ്തു, അമെൻഡ് ചെയ്ത് അതിന്റെ പേര് എന്ത് ചെയ്തു, 1976 എന്താക്കി മാറ്റി, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്നാക്കി മാറ്റി. ഓക്കെ, അപ്പൊ തൊട്ടുകൂടായ്മ ഇന്ത്യയിൽ നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്, ആർട്ടിക്കിൾ 17 ആണ്. ഈക്വൽ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരുന്നത്, പബ്ലിക് എംപ്ലോയ്മെന്റിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി തരുന്ന ആർട്ടിക്കിൾ ഏതാണ്, ആർട്ടിക്കിൾ 16 ആണ്. ഓക്കെ, ദെൻ റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ 14 പറഞ്ഞു, 15 പറഞ്ഞു, 16 പറഞ്ഞു, 17 പറഞ്ഞു. ഇനി ലാസ്റ്റ് ആർട്ടിക്കിൾ 18. എന്താണ് 18? ഇന്ത്യയിൽ ടൈറ്റിൽസിനെ അബോളിഷ് ചെയ്യുക. ടൈറ്റിൽസ് മീൻസ് നമ്മൾ തലക്കെട്ടുകൾ എന്ന് പറയും. അതായത് ഈ പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഈ മഹാരാജ അല്ലെങ്കിൽ രാജാക്കന്മാരൊക്കെ കൊടുക്കുന്ന കുറെ ടൈറ്റിൽസ് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ടൈറ്റിലുകളൊന്നും ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ആ ടൈറ്റിൽസിന്റെ ആ ഒരു അബോളിഷ്മെന്റിനെ പറ്റിയാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്, ആർട്ടിക്കിൾ 18 പറയുന്നത്. ഇതിനകത്ത് പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 18 പറയുന്നത്. ഇവിടെ എക്സെപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഒന്നാമത്തെ എക്സെപ്ഷൻ ആണ് ഈ മിലിറ്ററി അക്കാഡമിക് ഡിസ്റ്റിങ്ഷൻസ് ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ ഒരാൾ പഠിച്ച് ഡോക്ടറേറ്റ് ഒക്കെ നേടുന്നു, അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം, അതാളുടെ അക്കാഡമിക് ടൈറ്റിലാണ്. ഡോക്ടറേറ്റ് കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യാം, ആൾക്ക് പേരിൻ്റെ കൂടെ ഡോക്ടറേറ്റ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ മേജർ, ലെഫ്റ്റനന്റ് കേണൽ പോലുള്ള മിലിറ്ററി ടൈറ്റിലുകളൊക്കെ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അപ്പോൾ ആ ടൈറ്റിലുകൾ ഉപയോഗിക്കുന്നതിന് എന്തുണ്ട്, എക്സെപ്ഷൻ ഉണ്ട്. ഓക്കെ, ആ ടൈറ്റിൽസ് എന്ത് ചെയ്യാം, ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ മറ്റ് ടൈറ്റിൽസുകളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ദെൻ അടുത്തൊരു കാര്യമാണ്, നമുക്കറിയാം ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു സിറ്റിസൺ ഇവരെന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഫോറിൻ സ്റ്റേറ്റിൽ നിന്ന് ടൈറ്റിൽസ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ആരുടെ സമ്മതമില്ലാതെ. ഓക്കെ, സമ്മതമില്ലാത്ത രണ്ടാമത് പറയാം. ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം ഓർത്തിരിക്കുക. ഇന്ത്യൻ സിറ്റിസൺസിന് ഒരു ഫോറിൻ സ്റ്റേറ്റ് കൊടുക്കുന്ന എന്ത് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല, ടൈറ്റിൽസ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇപ്പം എനിക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഫോറിൻ നാഷണൽ വിളിച്ചിട്ട് ഒരു സ്റ്റേറ്റ് വിളിച്ചിട്ട് എന്നോട് പറയണം, ഓക്കെ ഇങ്ങനൊരു ടൈറ്റിൽ തരാം. അപ്പോൾ എനിക്ക് പറയാം, എനിക്ക് പറ്റൂല, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ആ ഒരു ടൈറ്റിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഞാനൊരു ഇന്ത്യൻ സിറ്റിസൺ ആണ്. ആർട്ടിക്കിൾ 18 പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഫോറിൻ സ്റ്റേറ്റുകൾ തരുന്ന ടൈറ്റിലുകളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് ഈ ഫോറിനേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ കീഴിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷെ ഇവർ ഫോറിനേഴ്സ് ആയിരിക്കും, ഇവർ ഇന്ത്യൻ സിറ്റിസൺ ആവണമെന്ന് തന്നെ ഇല്ല. പക്ഷെ ഇവര് നമ്മുടെ ഗവൺമെന്റ് കീഴിലിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് മറ്റേതെങ്കിലും രാജ്യത്തിന്റെ ടൈറ്റിൽ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആരുടെ കൺസെന്റ് വേണം, പ്രസിഡന്റിന്റെ കൺസെന്റ് വേണം. ഓക്കെ, അപ്പൊ ഇന്ത്യക്കാർക്ക് വേറെ രാജ്യത്തിന്റെ ടൈറ്റിൽ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇന്ത്യയിലുള്ള സ്റ്റേറ്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യുന്ന ഫോറിനേഴ്സ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ടൈറ്റിൽസ് അക്സെപ്റ്റ് ചെയ്യാം. എപ്പം ഇന്ത്യയുടെ പ്രസിഡന്റ് അനുവദിച്ചാൽ മാത്രം. ഓക്കെ, അപ്പം ഇന്ത്യയിലെ ആൾക്കാർക്ക് ഫോറിൻ സ്റ്റേറ്റുകളുടെ ടൈറ്റിൽസ് കിട്ടൂല. ഫോറിനേഴ്സ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ടൈറ്റിൽ സ്വീകരിക്കാൻ പറ്റും. എപ്പോഴാണ്, നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്താൽ, അത് അക്സെപ്റ്റ് ചെയ്താൽ. ഓക്കെ അല്ലേ. ദെൻ ഇനി നമ്മുടെ ഇന്ത്യയിലെ സിറ്റിസണോ അല്ലെങ്കിൽ ഒരു ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഫോറിനറോ എടുത്തെന്ന് വിചാരിക്കുക. ഓക്കെ, ഇന്ത്യയിലെ ഒരു സിറ്റിസണോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലെ ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഫോറിനറോ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ എന്ത് ചെയ്യുക, മറ്റേതെങ്കിലും സ്റ്റേറ്റിന്റെ ഓഫീസോ മറ്റു കാര്യങ്ങളോ ഒക്കെ എന്ത് ചെയ്യുക, ആനുകൂല്യങ്ങളോ ഒക്കെ സ്വീകരിക്കണമെങ്കിൽ അതിന് ആരുടെ സമ്മതം വേണം, പ്രസിഡന്റിന്റെ സമ്മതം വേണം. അതായത് പ്രസിഡന്റിന്റെ സമ്മതമില്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, പ്രസന്റ് ഇൻവോൾവ്മെന്റ് അതുപോലെ തന്നെ ഓഫീസസ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, മറ്റു ഫോറിൻ സ്റ്റേറ്റുകളിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള ആൾക്കാർ, ഇന്ത്യയിൽ ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇന്ത്യയിൽ
ഉള്ള ഫോറിനേഴ്സ്, ഗവൺമെന്റ് സർവീസിലിരിക്കുന്ന ഫോറിനേഴ്സോ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഗവൺമെന്റ് കീഴിലുള്ള ഫോറിനേഴ്സോ ഉണ്ടെങ്കിൽ ഇവർ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ, മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള എന്തെങ്കിലും പ്രസന്റോ അല്ലെങ്കിൽ എമോൾമെന്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ അക്സെപ്റ്റ് ചെയ്യണമെങ്കിലും ഇവർ ആരുടെ സമ്മതം വാങ്ങിക്കണം? പ്രസിഡന്റിന്റെ കൺസെന്റ് വാങ്ങിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 18 എന്തിനെ പറ്റിയാണ് പറയുന്നത്? ടൈറ്റിൽസിന്റെ അബോളിഷ്മെന്റിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്, ആർട്ടിക്കിൾ 18 പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ റൈറ്റ് ടു ഇക്വാലിറ്റി ആണ് പറഞ്ഞത്. റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയും ഇക്വാലിറ്റി ബിഫോർ ലോയും. ആർട്ടിക്കിൾ 15 എന്തായിരുന്നു? ഡിസ്ക്രിമിനേഷൻ പാടില്ല. ആർട്ടിക്കിൾ 16 എന്താണ്? പബ്ലിക് എംപ്ലോയ്മെന്റിൽ എന്ത് കൊടുക്കുക? തുല്യ അവസരം കൊടുക്കുക. ആർട്ടിക്കിൾ 17 എന്തായിരുന്നു? അൺടച്ചബിലിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിൽ അബോളിഷ് ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 18 എന്താണ്? ടൈറ്റിൽസുകൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇന്ത്യയിൽ ഉപയോഗിക്കാൻ പാടില്ല. സോ നമ്മുടെ 6 ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഒന്നാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഇത്രയാണ്. ഓക്കെ അല്ലേ? അപ്പം ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നുകൂടി ക്ലാസ് കേൾക്കുക. കാരണം ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ റെയിൽവേയുടെ എക്സാം നോക്കിയാലും SSCയുടെ എക്സാം നോക്കിയാലും പൊളിറ്റിയിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ത് ചെയ്യുക? ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി ഫണ്ടമെന്റൽ റൈറ്റ്സ് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. സോ അതുവരെ താങ്ക് യു.